ആദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ചെറുതും ദുർബലവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണം, ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് നാം. കഴിഞ്ഞ ഖുതുബയിൽ റമളാന്റെ മുന്നോടിയായി നമ്മളൊക്കെ ഒരുങ്ങേണ്ടതിൻ്റെ, മാനസികമായി വിശ്വാസപരമായി പടച്ചവന്റെ തൃപ്തിലാക്കാക്കി ഒരുങ്ങേണ്ടതിൻ്റെ കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത് തഖ്വ ഉണ്ടാവാൻ, നമ്മിൽ സൂക്ഷ്മതയുണ്ടാവാൻ, സത്യസന്ധതയോടെ വിശ്വസ്തയോടെ പടച്ചവന്റെ പ്രീതിലാക്കാക്കി ജീവിക്കുന്നവനായി തീരാൻ വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുമ്പുള്ളവരോട്, മുൻ തലമുറകളോടൊക്കെ തന്നെയും പ്രവാചകന്മാർ ഇറങ്ങിയ ജനപദങ്ങളോടൊക്കെ തന്നെയും പറഞ്ഞതുപോലെ നിങ്ങളോടും കൽപ്പിച്ചിരിക്കുകയാണ് നോമ്പ് നോൽക്കണമെന്നുള്ളത് നിങ്ങൾക്കും നിർബന്ധമാക്കിയിരിക്കുകയാണ്. റമദാനിലെ നോമ്പ് നിങ്ങൾ എന്തിനാണത്? ദോഷബാധയെ സൂക്ഷിക്കാൻ, സൂക്ഷ്മതയോടെ ജീവിക്കാൻ, സത്യസന്ധരായി ജീവിക്കാൻ, അതിനുവേണ്ടിയാണ് നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നത്. നോമ്പിനെ കുറിച്ച് പഠിച്ചാൽ, നോമ്പ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ, നോമ്പ് നിർവഹിക്കുന്ന മാനസികവും ശാരീരികവുമായ ഗുണങ്ങൾ, പ്രതിഫലനങ്ങൾ എന്തെന്ന് തിരിച്ചറിയാൻ ശ്രമിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. ഇത് തഖ്വ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മിലെ ദൂഷ്യങ്ങളൊക്കെയും നമ്മുടെ പോരായ്മകളൊക്കെയും നമ്മിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന തിന്മകളൊക്കെയും മായ്ച്ചു കളയാൻ വേണ്ടിയുള്ളതാണ്. ശുദ്ധീകരണ പ്രക്രിയയാണ്. ഓരോ വർഷത്തെയും തെറ്റുകൾ അതിനെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് ശുദ്ധീകരിച്ചുകൊണ്ട് അവൻ ഏറ്റവും ഉന്നതനായ, ഏറ്റവും സത്യസന്ധനായ, ഏറ്റവും ഔന്നത്യം പ്രാപിക്കുന്ന, അള്ളാഹു ഏറ്റവും അധികം തൃപ്തിപ്പെടുന്ന ഒരു മനുഷ്യനായി തീരാൻ വേണ്ടിയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു, ലില്ലാഹു തഖാഉ മിനന്നാരി ഫീ കുല്ലി ലൈല. റമളാനിലെ ഓരോ രാത്രിയും അള്ളാഹു നരകത്തിൽ നിന്ന് ചിലരെ മോചിപ്പിച്ചുകൊണ്ടേയിരിക്കും. റമളാനിലെ രാത്രികൾ ഒരുപാട് ആളുകളെ തെറ്റിൽപ്പെട്ട് നരകത്തിൽ പോകുന്നവർ സത്യസന്ധരായി സ്വർഗത്തിൽ പോകേണ്ടവര് ആയിരുന്നില്ല. അവരിൽ വീഴ്ചകൾ വന്നുപോയി, പോരായ്മകൾ വന്നുപോയി. വിശ്വാസികളായിരുന്നു അവർ, വിശ്വാസപരമായ കർമ്മങ്ങളൊക്കെ അവർ നിർവഹിച്ചിരുന്നു. പക്ഷേ ജീവിതയാത്രക്കിടയിൽ അവരിൽ പോരായ്മകളുണ്ടായി. വാക്കിൽ, പ്രവർത്തനത്തിലൊക്കെയും അബദ്ധങ്ങൾ വന്നുപോയി. അത്തരം അബദ്ധങ്ങൾ തൗബ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അവർക്ക് നരകം പ്രവേശിക്കേണ്ടി വരും. അങ്ങനെ നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകളും സ്വർഗത്തിലേക്ക് ഓരോ ഘട്ടങ്ങളിലായി എത്തിപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. ശിർക്ക് ചെയ്യാത്ത എല്ലാ മനുഷ്യരും ഓരോ സന്ദർഭങ്ങളിലായി, ഒറ്റയടിക്കല്ല, ചുരുങ്ങിയ നാളുകൾക്ക് ശേഷമല്ല, അതിന്റെ ശിക്ഷയുടെ കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് എത്തുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. റമളാനിലെ രാത്രിയിൽ അള്ളാഹു ഇതുപോലെ ചിലരെ, ചെറിയ ചെറിയ തെറ്റുകൾ വന്നുപോയവരെ, പോരായ്മകൾ വന്നുപോയവരെ, മനുഷ്യ സഹജമായ വീഴ്ചകൾ വന്നുപോയവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നും പ്രവാചകൻ പറഞ്ഞു. കാരുണ്യത്തിന്റെ കേദാരമാണ് അള്ളാഹു എന്ന് വിശദീകരിക്കുകയാണ്. അള്ളാഹു കാരുണ്യത്തിന്റെ കേദാരമാണ്. വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ. എന്റെ റഹ്മത്ത് എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ഇദാ ജാഅ റമളാനു ഫുതിഹത് അബ്വാബുൽ ജന്ന. റമളാൻ ആഗതമായാൽ റഹ്മത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. അള്ളാഹു റഹ്മത്ത് ഒരുക്കി വച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കാൻ, നമ്മുടെ റഹ്മത്തിന്റെ വാതിലുകളിലൂടെ പ്രവേശിപ്പിക്കാനുള്ള സജ്ജമായ ഒരുക്കങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നു. എന്നിട്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഓരോ രാത്രിയിലും നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആളുകളെ എത്തിക്കുന്നു റമദാനിൽ നിന്ന്.
റമദാൻ നരകത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുന്ന മാസമാണ്, കാരുണ്യത്തിന്റെ മാസമാണ്. എങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ കാരുണ്യം നേടിയെടുക്കേണ്ടത്? നമുക്ക് എങ്ങനെയാണ് ആ കാരുണ്യം ഉണ്ടാവുക എന്ന് നാം മനസ്സിലാക്കണം, ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം എന്തായിരുന്നു? നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മിലുണ്ടാവേണ്ടുന്ന മാറ്റം, ആളുകളുമായി ചിലപ്പോൾ നമ്മൾക്ക് വിയോജിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അത് തെറ്റിലേക്കും അത് തിന്മയിലേക്കും അത് തമ്മിലുള്ള അകൽച്ചയിലേക്കും കാരണമായി തീർന്നേക്കാം. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അത് കുടുംബത്തിലുണ്ടെങ്കിൽ പ്രത്യേകിച്ചും, ആളുകൾക്കിടയിൽ സുഹൃത്തുക്കൾക്കിടയിലുണ്ടെങ്കിൽ, വിശ്വാസികൾക്കിടയിലുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അതൊക്കെ തിരുത്തണം. നമുക്ക് എത്രമാത്രം ഈ ഒരാഴ്ച കൊണ്ട്, അല്ലെങ്കിൽ നോമ്പ് വരാൻ ഒരാഴ്ച പോലും ഇല്ലാത്ത ഈ സന്ദർഭത്തിൽ അത്തരം പ്രയാസങ്ങൾ നമ്മിലുണ്ടായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം അത് തിരുത്തി. ആരോടെങ്കിലും നമുക്ക് മാനസികമായ അകൽച്ച ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി നന്നെ ചുരുങ്ങിയതൊന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പോലും നമ്മൾ തയ്യാറായോ എന്ന് നാം ആലോചിക്കേണ്ടതാണ്. നമ്മുടെ മുന്നിൽ നമ്മൾ തന്നെ ഉന്നയിക്കേണ്ടുന്ന ചോദ്യങ്ങളാണിത്. നമ്മുടെ മുന്നിൽ നമ്മൾ തന്നെ ഉന്നയിക്കേണ്ടുന്ന ചോദ്യങ്ങൾ. ഞാൻ ഇന്നാലുന്ന ആളുമായി നിസ്സാരമായ ഒരു കാര്യത്തിന് അകന്നുപോയി, നിസ്സാരമായ ഒരു കാര്യത്തിന് പ്രയാസപ്പെട്ടു പോയി, അത് നല്ലതല്ലാത്ത വഴിയിലേക്ക് പോലും തിരിഞ്ഞുപോയി. പ്രിയപ്പെട്ടവനായിരുന്നു, പക്ഷേ അത് ആ രീതിയിലായിപ്പോയി, ഞങ്ങൾ വഴി തിരിഞ്ഞു പോയി. റബ്ബേ, എനിക്ക് പുറത്തു തരയണമേ, ആ സഹോദരൻ നീ പുറത്തു കൊടുക്കണമേ, ഞങ്ങളുടെ മനസ്സുകൾ കൂട്ടിയിണക്കണമേ എന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കാനെങ്കിലും നമുക്ക് കഴിഞ്ഞോ? നിങ്ങൾക്ക് കഴിഞ്ഞോ? എനിക്ക് കഴിഞ്ഞോ എന്നുള്ള ചോദ്യം ഇത്തരണത്തിൽ വളരെ പ്രസക്തമാണ്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം എന്തെന്ത് ഒരുക്കങ്ങൾ നമ്മൾ ഈ ദിവസങ്ങൾക്കുള്ളിൽ നടത്തി. നോക്കൂ, ജുമാ നമസ്കാരം കുറച്ചു നാളുകളായി ജുമാ നമസ്കാരത്തിന് പള്ളിയിൽ തുടക്ക സമയത്ത് ആളുകൾ കുറവാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. നോമ്പടുത്ത് വരാൻ പോവുകയാണ്. അടുത്ത ജുമാക്ക്, അടുത്ത വെള്ളിയാഴ്ച നോമ്പായിരിക്കും. ആളുകൾ ഉണ്ടാകും, ഉറപ്പായിട്ടുണ്ടാകും. പക്ഷേ നോമ്പിന് മുന്നോടിയായുള്ള ഒരുക്കത്തിന് വേണ്ടി നമ്മൾക്ക്, പള്ളിയിൽ ഉള്ള നിങ്ങൾക്ക് എന്നല്ല, നമ്മൾക്ക് വിശ്വാസികൾക്ക്, ഈ പള്ളിയുമായി ബന്ധം പുലർത്തേണ്ടിയിരുന്ന വിശ്വാസി സമൂഹത്തിന് എത്രമാത്രം അടുക്കാൻ കഴിഞ്ഞു എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ബാക്കിയാവുകയാണ്. എന്താണ് ജുമാ നമസ്കാരം? ജുമാ നമസ്കാരത്തിന്റെ പ്രാധാന്യം എന്താണ്? നമ്മളത് കുറെ വിശദീകരിച്ചു കഴിഞ്ഞാണ്, ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അറിയണം നിങ്ങൾ, ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യവും നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സുബഹി നമസ്കാരത്തിന് പലപ്പോഴും അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത് വളരെ 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 പറയാൻ പോലും പറ്റാത്ത വിധത്തിൽ ചുരുങ്ങിയ ആളുകളെ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നുള്ളൂ. സുബഹിയുടെ സമയത്താണ് നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവുക. ഉദ്യോഗസ്ഥൻ വീട്ടിലുണ്ടാകും, ജോലി ചെയ്യുന്ന കച്ചവടക്കാരനായ ആളുകൾ വീട്ടിലുണ്ടാകും, പൊതുപ്രവർത്തകൻ വീട്ടിലുണ്ടാവും, വിദ്യാർത്ഥികൾ വീട്ടിലുണ്ടാവും. എല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഒരേ ഒരു സമയം 5 വക്തിൽ, അത് സുബഹി നമസ്കാരത്തിന്റെ സമയമാണ്. ആ സുബഹി നമസ്കാരത്തിനാണ് മറ്റു ജമാഅത്ത് നമസ്കാരത്തെക്കാൾ പള്ളിയിൽ ഏറ്റവും ആളുകൾ കുറഞ്ഞു പോയിട്ടുള്ളത് എന്നത് നമ്മളെ ഗൗരവതരമായി ചിന്തിപ്പിക്കേണ്ടതല്ലേ? വളരെ ഗൗരവതരമായി നമ്മളെ ചിന്തിപ്പിക്കേണ്ടതല്ലേ? എന്താണ് ഫജ്ർ നമസ്കാരത്തിന്റെ പ്രാധാന്യം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബശ്ശിരിൽ മശാഈന ഫിൽ ളുലമി ഇലൽ മസാജിദി ബിന്നൂരി താമ യൗമൽ ഖിയാമ. ഇരുണ്ട സമയത്ത് അല്ലെങ്കിൽ പ്രതികൂലമായ കാലാവസ്ഥയുള്ള സമയത്ത് പള്ളിയിലേക്ക് പോകുന്ന ആൾ ആ മസ്ജിദിലേക്ക് നടന്നു പോകുന്ന ഇരുട്ടിന്റെ സമയത്ത്, സുബഹിക്ക് മുമ്പേ, സൂര്യനുദിക്കും മുമ്പേ പള്ളിയിലേക്ക് പോകുന്ന ആൾക്ക് അല്ലാഹു ഖിയാമത്ത് നാളിൽ പൂർണ്ണമായ പ്രകാശം നൽകും എന്ന സന്തോഷ വാർത്ത അറിയിക്കൂ എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. പൂർണ്ണമായ പ്രകാശം ഖിയാമത്ത് നാളിൽ പ്രയാസം അനുഭവിക്കുന്ന ഓരോ വിശ്വാസിയും, പ്രവാചകന്മാരടക്കം നഫ്സി നഫ്സി എന്ന് പറയുന്ന ആ ഘട്ടത്തിൽ ഇങ്ങനെ ഇരുട്ടിൽ പള്ളിയിലേക്ക് പോകുന്നവർക്ക്, പ്രത്യേകിച്ചും സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്നവർക്ക് അവിടെ വെച്ച് നൂറ് നൽകും, പ്രകാശം നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുകയാണ്. നമുക്ക് വേണ്ടേ പ്രകാശം?
നമുക്ക് ഉറങ്ങിയാൽ മതിയോ? അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന ചോദ്യം നമ്മളോടല്ലേ അത് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും നമുക്ക് സുബഹി നമസ്കാരത്തിൽ പങ്കെടുക്കാൻ, ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്, സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് തെറ്റുന്നത് മുതൽ രാത്രി ഇരുട്ടുന്നത് വരെ നീ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക. ലോഹ്, അസ്ർ, മഗ്രിബ്, ഇശാ നമസ്കാരങ്ങളെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ പറയാണ് വഖുർആനൽ ഫജ്ർ, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സുബഹി നമസ്കാരവും ഫജ്ർ നമസ്കാരവും. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ, അങ്ങനെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സുബഹി നമസ്കാരം, ആ നമസ്കാരത്തിലെ ഖുർആൻ പാരായണം നമുക്ക് വേണ്ടി നാളെ സാക്ഷ്യം വഹിക്കുന്നതാണ്. സുബഹി നമസ്കാരത്തിന് മറ്റു നമസ്കാരത്തേക്ക് അപേക്ഷിച്ച്, കാരണം വീട്ടിലൊക്കെ ഉള്ള ആളുകളല്ലേ, തിരിച്ച് വീട്ടിൽ പോകേണ്ടവരാണ്. അപ്പോൾ ഇത്തിരി കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുക. ആ പാരായണം നാളെ പാരായണം ചെയ്യുന്ന ഇമാമിനും അത് കേട്ട് ഒന്നിച്ചു നിൽക്കുന്ന മാമൂമുകൾക്കും ഗുണകരമാകും, അനുഗ്രഹമാകും. അത് നമുക്ക് വേണ്ടി സാക്ഷ്യം പറയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉണർത്തി. സുബഹി നമസ്കാരത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഉണർത്തിയിരിക്കുന്നത്. പ്രവാചകൻ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, സുബഹി നമസ്കാരം നിർവഹിച്ചവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്. വീട്ടിൽ നിന്ന് നമ്മൾ നമസ്കരിക്കുന്നവരാണ് നമ്മൾ. എന്താണ് അപ്പോ ചെയ്യുക? ചെറിയൊരു സൂറത്തോതി ഒരു ഒപ്പിച്ചു മാറ്റലായിരിക്കും. പള്ളിയിലാവുമ്പോ അങ്ങനെയല്ലല്ലോ. അപ്പൊ റമദാൻ വരുമ്പോ, റമദാൻ മുന്നോടിയായി നമ്മൾ ഒരുങ്ങണമെന്ന് നമ്മോട് പ്രവാചകൻ കൽപ്പിച്ചിരിക്കെ, നമുക്ക് ഒരുങ്ങാനുള്ള വഴികളിൽ ഒന്നല്ലേ ജമാഅത്ത് നമസ്കാരം, അതിൽ പ്രധാനപ്പെട്ടതല്ലേ സുബഹി നമസ്കാരം. ആലോചിക്കേണ്ടതാണ്. രണ്ടാമത്തെ ഒരു വിഷയം നമ്മൾ അറിയണം. കഴിഞ്ഞ റമദാനിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്തു, ഒരുപാട് ഖുർആൻ പാരായണം ചെയ്തു. 1, 2, 3 പ്രാവശ്യം മുഴുവനും പാരായണം ചെയ്തു. റമദാൻ കഴിഞ്ഞു, ഇതാ അടുത്ത റമദാൻ എത്തി, 1 വർഷമാകാൻ പോവുകയാണ്. ഈ 1 വർഷത്തിനിടയിൽ നമുക്ക് എത്രമേൽ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിഞ്ഞു, പഠിക്കാൻ കഴിഞ്ഞു. ഖുർആൻ പഠിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. നമുക്ക് എത്രമാത്രം ഖുർആൻ പാരായണം ചെയ്യാൻ കഴിഞ്ഞു. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നവരല്ലേ നമ്മൾ. പുതിയ പുതിയ പുസ്തകങ്ങൾക്ക് പിന്നാലെ പോകുന്നവരാണ് നമ്മൾ. പുതിയ പുതിയ വാർത്തകൾ വായിക്കുന്നവരാണ് നമ്മൾ. അതിൽ നിർവൃതി കൊള്ളുന്നവരാണ് നമ്മൾ. നമ്മൾ അറിയണം, ഞാൻ ഈ സംസാരിക്കുന്നത് മലയാളത്തിൽ നിങ്ങളോടാണ്. എന്റെ ഈ വർത്തമാനം ഇവിടെ ഒതുങ്ങും, അല്ലെങ്കിൽ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ചിലരിൽ ഒതുങ്ങും. അത് കഴിഞ്ഞാൽ അതിന്റെ സമയം കഴിഞ്ഞു. 19 വർഷം മുമ്പ് ജീവിച്ചൊരു മനുഷ്യനും എന്റെ സംസാരം കേട്ടിട്ടില്ല. ഇനി 19 വർഷം വരാൻ പോകുന്ന ഒരു മനുഷ്യനും എന്റെ സംസാരം കേൾക്കുകയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും സംസാരത്തിന്റെ അവസ്ഥ അതാണ്. നമ്മൾ ഓരോരുത്തരും വായിക്കുന്ന പുസ്തകങ്ങളുടെയും അവസ്ഥ അതാണ്. ചിലപ്പോൾ കുറച്ചുകൂടി ആവാം, ഒരു 100, 200, 300 കൊല്ലമൊക്കെ ചില പുസ്തകങ്ങൾ നിലനിന്നേക്കാം. അതിലപ്പുറം അതിന് ആയുസില്ല. തിരുത്തേണ്ടതാണ്. അതിലെ അക്ഷരങ്ങൾ, വാക്കുകൾ, അതിലെ പ്രയോഗങ്ങളൊക്കെ തിരുത്തേണ്ടി വരും. എന്നാൽ ഖുർആൻ 1400 ചില്ലാണം വർഷം മുമ്പ് അള്ളാഹു ഇറക്കിയ വചനമാണ്. ആ അള്ളാഹുവിന്റെ വചനം അത് ലോകാവസാനം വരെ നിലനിൽക്കും. നമ്മൾ എന്ത് അതിനെതിരെ പ്രവർത്തിച്ചിട്ടുകൊണ്ടും അതിനെ തകർക്കാൻ കഴിയില്ല എന്ന് ഖുർആൻ അസന്നിഗ്ധമായി പറഞ്ഞതാണ്. നമ്മളെല്ലാവരും അതിനെ അങ്ങ് നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ പോലും അത് നശിക്കുകയില്ല എന്ന് വെല്ലുവിളിയോടെ ഖുർആൻ പറഞ്ഞതാണ്. ആ വചനം നമുക്ക് എത്രമേൽ പഠിക്കാൻ കഴിഞ്ഞു, മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഓതാൻ കഴിഞ്ഞു. വഖാലർ റസൂൽ, വിശുദ്ധ ഖുർആൻ പറയാണ് സൂറത്തുൽ ഫുർഖാനിൽ, വഖാലർ റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹജൂറാ. അന്ന് പരലോകത്ത് ഖിയാമത്ത് നാളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്റെ രക്ഷിതാവേ, തീർച്ചയായും എന്റെ ജനത ഈ ഖുർആനെ അഗണ്യകോടിയിൽ തള്ളിക്കളഞ്ഞു. ഖുർആൻ അതുമായി ഇഴചേരാൻ അവർക്ക് കഴിയാതെ പോകുന്നു.
ഖുർആനുമായുള്ള ബന്ധം സത്യവിശ്വാസികൾക്ക് വല്ലാത്ത ഒരു ബന്ധമാക്കി കൊണ്ടു നടക്കാൻ കഴിയാതെ പോകുന്നു. അതാരെങ്കിലും എപ്പോഴെങ്കിലും ഓതുമ്പോ ഒന്ന് കേൾക്കുക എന്നതിനപ്പുറം അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നില്ല. ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് തന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. റസൂൽ പറയുമെന്ന് പറയുമ്പോൾ നമ്മൾ ഭയപ്പെടണം. നാളെ നമ്മളെ സാക്ഷിയാക്കി റസൂലുള്ളാഹിനോട് പറയുന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്റെ ജനത, പ്രവാചകന്റെ അനുയായികളായ നമ്മൾ ആ ഖുർആനെ അഗണ്യകോടിയിൽ തള്ളിക്കളഞ്ഞു, അവഗണിച്ചു കളഞ്ഞു, പുച്ഛിച്ചു കളഞ്ഞു, തട്ടിമാറ്റിക്കളഞ്ഞു എന്ന് പ്രവാചകൻ പറയുന്ന ആ വാക്ക് അതെത്ര ഗൗരവമുള്ളതാണെന്ന് നാം ചിന്തിക്കണം. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൽ ലിയദബ്ബറൂ ആയാതി വലിയതദക്കറൂ ഉലുൽ അൽബാബ്. നിനക്ക് നാം അവതരിപ്പിച്ചെന്ന അനുഗ്രഹീത ഗ്രന്ഥമാണിത്. അള്ളാഹു നമുക്ക് സന്മാർഗം നേടാൻ വേണ്ടി അവതരിപ്പിച്ചെന്ന അനുഗ്രഹീത ഗ്രന്ഥമാണിത്. ഇതിലെ ദൃഷ്ടാന്തങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കണം, അവർ ചിന്തിക്കണമെന്ന് ഖുർആൻ പറയുകയാണ്. അഥവാ നമ്മൾ ചിന്തിച്ചു നോക്കണം, എന്നിട്ട് ബുദ്ധിമാന്മാർ ഉൽത്തുതരാകണം. അതിന് വലിയ ഖുർആൻ ഇറങ്ങിയത്. ബുദ്ധിയുള്ള ആളുകൾ, ചിന്താശേഷിയുള്ള ആളുകൾക്ക് ബുദ്ധി വർദ്ധിക്കാൻ, അവരുടെ ചിന്ത വർദ്ധിപ്പിക്കാൻ, അതിലൂടെ അവർ രക്ഷിതാവിനെ കണ്ടെത്താൻ, അതുപോലെ കാര്യങ്ങൾ ദൃഷ്ടാന്തങ്ങളിൽ പ്രകൃതിയിലെ ഓരോ സംഭവങ്ങളും അത് പഠന വിധേയമാക്കാൻ, പഠിക്കാൻ, ചിന്തിക്കാൻ, അതിനുവേണ്ടിയാണ് ഖുർആൻ ഇറങ്ങിയത്. അതങ്ങനെ അടക്കിപ്പൂട്ടി വെക്കാനുള്ളതല്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം അറിയണം. നമുക്ക് ഖുർആൻ അവഗണിച്ചുകൂടാ. നമുക്ക് നമസ്കാരങ്ങൾ, ജമാഅത്ത് നമസ്കാരങ്ങൾ അവഗണിച്ചുകൂടാ. പള്ളിയുമായുള്ള സമ്പർക്കം നമുക്ക് മാറ്റിവെച്ചുകൂടാ. പ്രവാചകൻ പറഞ്ഞു, ഒരാൾ നിരന്തരം പള്ളിയിലേക്ക് പോകുന്നത് കണ്ടാൽ അയാൾ സത്യവിശ്വാസിയാണെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക. പള്ളി സത്യവിശ്വാസത്തിന്റെ അടയാളമാണ്. സത്യവിശ്വാസികൾക്ക് സാക്ഷിയാകുന്ന ഒരുപാട് ഗുണങ്ങളും അനുഗ്രഹങ്ങളും ഒരുക്കി വെച്ച കേന്ദ്രമാണ് പള്ളി. ആ പള്ളിയുമായി മാറി നിന്ന് പോകരുത്, പള്ളിയെ അവഗണിച്ചു പോകരുത്. ബൈത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ഭവനമാണ് ഈ പള്ളിയെന്നും ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളിൽ ഒന്ന് പള്ളിയുമായി സമ്പർക്കം പുലർത്തുന്ന ആളാണ് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. എന്താണ് പള്ളിയുമായുള്ള സമ്പർക്കം? ജമാഅത്ത് നമസ്കാരത്തിന് പോവുക പ്രധാനപ്പെട്ടത് അത് തന്നെയാണ്. പിന്നെ പള്ളിയുടെ കാര്യങ്ങൾ, പള്ളിയിൽ ഇന്ന തകരാറുണ്ടല്ലോ, അതൊന്ന് റിപ്പയർ ചെയ്യണ്ടേ, വെള്ളത്തിന്റെ, കരണ്ടിന്റെ, കാർപ്പറ്റിന്റെ എന്ന് വേണ്ട പള്ളിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മളിവിടെ അനൗൺസ് ചെയ്യാറുണ്ട്. അതുമായൊന്ന് സഹകരിക്കുക, അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുക. എന്തായി, എത്രയായി, കൊടുത്തോ, വാങ്ങിയോ, കൊടുക്കണ്ടേ, വാങ്ങണ്ടേ, അതൊക്കെയും പള്ളിയുമായി ബന്ധപ്പെട്ട സമ്പർക്കത്തിന്റെ അടയാളങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, പള്ളി അവിടെയുണ്ട്. നിസ്കരിക്കുന്നവർ നിസ്കരിക്കട്ടെ, അല്ലാത്തവർ എന്ന രീതിയിൽ അതിനെ മാറ്റി നിർത്തുകയല്ല വേണ്ടത്. പടച്ചവന്റെ ഭവനമാണിത്. പള്ളിയുമായി നമുക്ക് സമ്പർക്കമുണ്ടാവണം. നമ്മൾ ഓരോരുത്തരും പള്ളിയുടെ അവകാശികൾ എന്ന രീതിയിൽ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്, അലം യഇനിലില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അല്ലാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്കും, വിശ്വാസികൾക്ക്, വേറെ ആർക്കെങ്കിലും അല്ല, വിശ്വാസികൾക്ക്, ഷഹാദത്ത് ഉൾക്കൊണ്ട വിശ്വാസി സമൂഹത്തോടാണ് പറയുന്നത്. വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്കും അവതരിച്ച് കിട്ടിയ സത്യത്തിലേക്കും കീഴൊതുങ്ങാൻ അതിനുവേണ്ടി തയ്യാറെടുക്കാൻ സമയമായില്ലേ? ഖുർആൻ ചോദിക്കുക. ഖുർആൻ പഠിക്കാൻ സമയമായില്ലേ? പള്ളിയുമായി നിരന്തരം ബന്ധപ്പെടാൻ സമയമായില്ലേ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അല്ലാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സമയമായില്ലേ? വമാ നസല മിനൽ ഹഖ്. അവന് അവതരിച്ച് കിട്ടിയ സത്യത്തിലേക്കും തിരിച്ചു വരാൻ സമയമായില്ലേ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രഗൽഭ പണ്ഡിതനായിരുന്ന ഹസൻ ബസറി റഹ്മഹുല്ല പറഞ്ഞു, നീ ഇന്നേക്കായി പ്രവർത്തിക്കണം. നാളെ എന്ത് സംഭവിക്കുമെന്ന് നിനക്ക് അറിയുന്നതേ അല്ല.
നാളെ എന്ത് സംഭവിക്കുമെന്ന് നീ അറിയുകയേ ഇല്ല. അതുകൊണ്ട് ഇന്ന് പ്രവർത്തിക്കണം. നാളെയാവാം, നോമ്പ് തുടങ്ങിയിട്ടാവാം, അല്ല നോമ്പുകോളം നമ്മൾ എത്തുമെന്നറിയില്ല, നാളെ നമ്മൾ ഉണ്ടാകുമോ എന്നറിയില്ല, തൊട്ടടുത്ത നിമിഷം പോലും നമ്മൾ ഉണ്ടാകുമോ എന്നറിയില്ല. ഇന്ന് ഈ സ്പോട്ടിൽ ഈ സമയത്ത് പ്രവർത്തിക്കണം, ഈ സമയത്ത് പ്രവർത്തിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, യാ ഇബ്നു ആദം, ആദം സന്തതികളെ, ആദമിന്റെ പുത്ര, ഇന്നമാ അൻത അയ്യാം, നീ ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും ദിവസങ്ങളാ. ദിവസം യൗം, ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഒരു ദിവസം കടന്നു പോകുമ്പോൾ നിന്റെ ഒരു ഭാഗമാണ് കടന്നു പോകുന്നത് എന്ന ഓർമ്മയുണ്ടാവണം. നമ്മൾ ഓരോരുത്തരും ദിവസങ്ങളാണ്. നമ്മുടെ ഒരു സമയം കടന്നു പോകുമ്പോൾ, നമ്മൾ ഉച്ചവരെയാകുമ്പോൾ നമ്മുടെ ഒരു ഭാഗമാണ് കടന്നു പോകുന്നത്. നമ്മുടെ ഒരു ദിവസം കടന്നു പോകുമ്പോൾ നമ്മളുടെ ഒരു ഭാഗമാണ് കടന്നു പോകുന്നത് എന്ന് നാം അറിയണം. ആ ഭാഗത്തെ, ആ ദിവസത്തെ നാം സംരക്ഷിക്കണം, ഇബാദത്തുകളിലൂടെ സംരക്ഷിച്ചു നിർത്തണം എന്ന് ഹസൻ ബസ്രി റഹ്മഹുല്ലാ പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, നാളെ നമ്മൾ ഉണ്ടാകുമോ എന്നറിയില്ല, നോമ്പ് വരെ നമ്മൾ എത്തുമോ എന്നറിയില്ല. നോമ്പിന് ജമാഅത്ത് തുടങ്ങാം, നോമ്പിന് പള്ളിയിൽ നേരത്തെ വരാം, നോമ്പിന് ഖുർആൻ പാരായണം ചെയ്യാം എന്നതായിരിക്കരുത് തീരുമാനം. ഇന്ന് പാരായണം തുടങ്ങണം, ഇന്ന് ജമാഅത്തിൽ പങ്കെടുക്കണം എന്ന ചിന്തയോടെ ഇറങ്ങി പുറപ്പെടാനാണ് സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്. അത്തരത്തിൽ ഗുണകരമായ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോവാൻ കാരണവാനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.